എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കഴിഞ്ഞ ദിവസമാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ആദ്യ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത്. ആദ്യം പ്രഖ്യാപിച്ച സൈനിങ്ങും ഒരു വിദേശ സൈനിങ് തന്നെയായിരുന്നു. മികച്ചൊരു താരം തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. മോണ്ടിനെഗ്രൻ സൂപ്പർ താരമായ ഡുസാൻ എന്ന് പറയുന്ന താരമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. താരം നാളത്തെ മത്സരത്തിൽ കളിക്കുമെന്നതിലൊന്നും ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിന് പിന്നാലെ ഇപ്പോൾ വിദേശ താരങ്ങളുടെ എണ്ണം 7 മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദേശ താരം എന്തായാലും പുറത്തു പോയേ മതിയാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ അലക്സാന്ദ്രെ കൊയ്ഫിൻ്റെതാണ്. കാരണം അലക്സാന്ദ്രെ കൊയ്ഫ് ഈ സീസണിൽ മികച്ച പ്രകടനം താരത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അലക്സാന്ദ്രെ കൊയ്ഫിനെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് പുറത്താവുക എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കൊയ്ഫ് മാത്രമല്ല, അലക്സാന്ദ്രെ കൊയ്ഫ് ഉൾപ്പെടെ 2 വിദേശ താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും മിലോസ് ടിൻസിച്ചും അതുപോലെ തന്നെ അലക്സാന്ദ്രെ കൊയ്ഫുമായിരിക്കും ഇപ്പോൾ ക്ലബ്ബ് വിടാൻ സാധ്യതകൾ കാണുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇപ്പോൾ അലക്സാന്ദ്രെ കൊയ്ഫ് ക്ലബ്ബ് വിടുന്നതിൻ്റെ കാരണം പുതിയ താരമായ ഡുസാൻ എന്ന് പറയുന്ന താരം എത്തിയതോടുകൂടിയാണ്. എന്നാൽ ഇന്നലെ രാത്രി ആശിഷ് നേഗി അദ്ദേഹത്തിൻ്റെ ലൈവിലൂടെ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ എത്തിയ വിദേശ താരത്തിന് പുറമെ ഒരു വിദേശ താരം കൂടി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നത് ഇന്നലെ ആശിഷ് നേഗി സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ താരം എത്തുമ്പോൾ വീണ്ടും വിദേശ താരങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ മിലോസിനെയും കൂടി ഒഴിവാക്കാനാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം എന്നതാണ് ഇപ്പോൾ ആശിഷ് നേഗി ഇന്നലെ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ മിലോസും അതുപോലെ തന്നെ കൊയ്ഫും ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഉടൻ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത്. ഈ 2 താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ള സൂചനയാണ് അവരിപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും മിലോസും അതുപോലെ തന്നെ കൊയ്ഫും ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് അറിയിക്കുന്നത്. എന്തായാലും ഒരു വിദേശ താരം കൂടി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തും എന്നുള്ളതും ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്.